friends, welcome back to my channel, your online teacher. Plus one improvement exam നമ്മൾ accountancy എഴുതുമ്പോൾ അതിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദെൻ ഒരു അനൗൺസ്മെന്റ് ഉള്ളത് ജാനുവരിയിൽ നമ്മൾ ഇംപ്രൂവ്മെന്റിന്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ താല്പര്യമുള്ള എന്നാൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് നന്നായിട്ട് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആ ടൈമിൽ ജോയിൻ ചെയ്യാം. അപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ജാനുവരി 1 മുതൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ജസ്റ്റ് നേരത്തെ അറിയിച്ചു എന്നുള്ളൂ. അപ്പൊ നമ്മൾ അക്കൗണ്ടൻസിയിൽ നമുക്കൊരു 9ഓളം പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. അതിന്റെ വെയിറ്റുകളാണ് ഞാൻ ഇവിടെ എഴുതി തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് അക്കൗണ്ടൻസി പഠിച്ചെടുക്കേണ്ട സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏകദേശം എത്ര ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും, എത്ര ദിവസം നമുക്ക് ആവശ്യം വരും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ വെയിറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത് ഏതിനാണ്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2ൽ നിന്നാണ്. അതായത് നമ്മുടെ ഏറ്റവും അവസാനം വരുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ അതേപോലെ തന്നെ അതിൽ നിന്ന് ചെറിയ ഇക്വേഷൻസ്, ദെൻ അതിൽ ചില എൻട്രീസ്, ജേർണൽ എൻട്രീസ്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഒരു 10 മാർക്കിന്റെ അടുത്ത് ചോദ്യങ്ങൾ ഈ പാഠത്തിൽ നിന്ന് വരുന്നത്. ദെൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1ൽ നിന്ന് വരാകുന്നത് കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതുപോലെ തന്നെ സെയിൽസ്, ഗ്രോസ് പ്രോഫിറ്റ്, അങ്ങനെ 1-2 ഇക്വേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നാണ്. അത് 1ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ്, 8ഉം 9ഉം ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ 2 ചാപ്റ്ററിന് വേണ്ടിയിട്ട് ഒരു 2 days full ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം. 2 days full ആയിട്ട് ഈ ഒരു സബ്ജക്ട് മാത്രം പഠിക്കേണ്ടി വരും കേട്ടോ. ഈ 2 ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കേണ്ടി വരും. 2 days എന്ന് പറയുമ്പോൾ 1-2 മണിക്കൂറല്ല, നമ്മൾ എത്ര മാക്സിമം കിട്ടും അത്രയും സമയം എന്ത് ചെയ്തോളണം? ഈ 2 ചാപ്റ്ററിന് നമ്മൾ എന്ത് ചെയ്യണം? ടൈം സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് പറയുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങും തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങും ഈ 2 ചാപ്റ്റർ എന്ന് പറയുന്നത് പ്യുവർ തിയറിയാണ്. 6 മാർക്കിന്റെ 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇതിലാണ്. ഇത് തിയറിയാണ് അല്ലെ. തിയറി ആയതുകൊണ്ട് വെറുതെ വായിച്ചു പഠിച്ചാൽ മതി. സോ ഈ 2 ചാപ്റ്ററിനും കൂടിയിട്ട് ഒരു ദിവസം മതി. ഒരു ദിവസം മുഴുവനും ഈ 2 ചാപ്റ്റർ മാത്രം പഠിക്കാൻ നമ്മൾ മാറ്റി വെക്കണം. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റേജ് കുറഞ്ഞതിലേക്ക് നമുക്ക് പോകാം. ഡിപ്രിസിയേഷനിൽ നിന്ന് 1-2 ചോദ്യമേ വരുള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് അതിന് വേണ്ട. പിന്നെ അതേപോലെ തന്നെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നും ഒരു ചോദ്യം വരുള്ളൂ. ഒരു ചോദ്യം, ഒരു തിയറി. ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഒരു പ്രോബ്ലം, ഒരു തിയറിയാണ് വരുള്ളൂ. അപ്പൊ ഈ BRSഉം അതായത് 5ാമത്തെ പാഠവും അതേപോലെ തന്നെ ഡിപ്രിസിയേഷനും കൂടിയിട്ട് ഇത് 2ഉം കൂടി പഠിക്കാൻ ഒറ്റ ദിവസം മതി. ദെൻ ട്രയൽ ബാലൻസിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലം, ഒരു തിയറി വരുള്ളൂ. സോ ഇത് 3ഉം കൂടി വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഈ 3ഉം കൂടി, കാരണം വളരെ കുറച്ച് ചോദ്യങ്ങളാണ് അതിൽ നിന്നും വരുള്ളൂ. ഓക്കെ, പിന്നെ ഇനി ചാപ്റ്റർ ഏതാ ബാക്കിയുള്ളത്? റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1ഉം 2ഉം അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇതിലാണ് ക്യാഷ് ബുക്ക്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ പെറ്റി ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പിന്നെ ജേർണൽ എൻട്രി എഴുതുന്നത്, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇതിന് 2നും കൂടിയിട്ട് നമ്മൾ ഒരു 2 days മാറ്റി വെക്കേണ്ടി വരും. സോ ഇൻ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ദിവസം മതി. അപ്പൊ 6 ദിവസം നമ്മൾ പഠിച്ച് 7ാമത്തെ ദിവസം നമ്മൾ അതിന്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ 1 week നമുക്ക് എന്തിനു മതി? അക്കൗണ്ടൻസി പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് 1 week മതിയാക്കും. അതിപ്പോ പാസ് മാർക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിലും A+ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് 1 week മതി. അപ്പൊ ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ആ ഒരു വ്യത്യാസം മാത്രമേ. പാസ് മാർക്ക് ആഗ്രഹിക്കുന്നവർ ഒരു ദിവസത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി. അപ്പൊ 1 week കൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിച്ചു തീർക്കാൻ പറ്റും. ഫുൾ A+ വാങ്ങിക്കാനും സാധിക്കും. അക്കൗണ്ടൻസിക്ക് ഫുൾ മാർക്കോ A+ഓ പാസ് മാർക്കോ ഒക്കെ സുഖമായിട്ട്
നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ 1 വീക്ക് നിങ്ങൾക്ക് പഠിക്കാൻ മതിയെങ്കിൽ ഇത് പഠിപ്പിക്കാൻ എത്ര ദിവസം മതിയാകും? കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ ഒരു 3 ദിവസമൊക്കെ മതിയാകും. സോ വളരെ കുറച്ച് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ബാച്ച് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴല്ല, ഞാൻ പറയാണ് ഇപ്പോഴല്ല, ജനുവരിയിലാണ്. ജനുവരിയിൽ നിങ്ങൾ എൻക്വയറി നടത്തിയാൽ മതിയാകും. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്കുകൾ പഠിപ്പിക്കും. അതില്ലെങ്കിൽ ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, സ്വന്തമായിട്ട് പഠിക്കാനോ താല്പര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി. 1 വീക്കിൽ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ അതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്തായാലും ഒരു മാക്സിമം നമ്മൾ 3 സബ്ജക്റ്റ് ആണല്ലോ ഇംപ്രൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അക്കൗണ്ടൻസി പഠിക്കുന്ന സ്ട്രാറ്റജി ഇങ്ങനെയാ. ചാപ്റ്റേഴ്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സ് പഠിക്കാനുള്ള സ്ട്രാറ്റജിയും ഇതേപോലെ ചെയ്തു തരാം. അപ്പോൾ അത് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക്